ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാൻ 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഒരു സ്വീറ്റ്സ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റവ വേണം, കുറച്ച് പാല് വേണം. പഞ്ചസാര എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര എടുക്കാം. ഞാൻ കുറച്ച് വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടുന്ന നെയ്യാണ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇതാണ് വേണ്ടുന്ന സാധനങ്ങൾ. ഇതാ, പിന്നെ കുറച്ച് ഏലക്കായൻ്റെ പൊടി. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് നമുക്ക് നെയ്യിൽ വറുത്തെടുത്തെടുക്കണം. റവയും അതേപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം നെയ്യിൻ്റെ അകത്ത്. എന്നിട്ടാണ് ഈ പരിപാടി. പിന്നെ മാങ്ങ ഞാൻ ചെറിയ തോതിൽ മുറിച്ചിട്ടിട്ട് നല്ലവണ്ണം മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നേ. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ചെറിയ തോതിൽ മുറിച്ചിട്ട് എന്നിട്ട് വേണം ഇത് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാൻ. എന്നിട്ടാണ് ഇതെല്ലാം റെഡിയാക്കേണ്ടത് നമുക്ക്. അപ്പോൾ ഞാൻ വേഗം നോക്കട്ടെ ആ പരിപാടി. അപ്പോൾ ഇതാ മാങ്ങയെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്, അടിച്ചെടുത്തിട്ട് കൊണ്ടുവരട്ടെ. അപ്പോൾ ഇതാ കട്ടയൊന്നും ഇല്ലാണ്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് അടിച്ചെടുത്തതാണ്. ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെക്കട്ടെ. ഗ്യാസ് കത്തിച്ച പാൻ വെച്ച്, അപ്പം അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടെ. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ബദാമോ എന്തെല്ലാം ഉള്ളത് വെച്ചാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ കശുവണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കശുവണ്ടി ചൂടായി വരുമ്പം നമുക്ക് നമ്മളെ മുന്തിരി അതും വീർത്ത് വരുവാണ്. അപ്പോൾ എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് കിട്ടട്ടെ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഈ സ്വീറ്റ്സ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. എങ്ങനെ മേടിക്കലും ഇങ്ങനെ കോരിയിട്ട് തിന്നാം, അല്ല കഷ്ണം കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് തിന്നാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കഴിക്കാം. പിന്നെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വീർത്ത് വരട്ടെ നമ്മളെ മുന്തിരി. വേഗം കഴിയുന്ന പരിപാടിയാണ്. അധികം ഒരുപാട് നേരമൊന്നുമില്ല ഇതിന്. വേഗം കഴിയും പരിപാടി. അപ്പോൾ ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ ഇതെല്ലാം കോരി മാറ്റിയേ. ഇനി നമുക്കതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഈ സിമ്മിലാക്കി വെച്ചിട്ടാണ് ഉള്ളത്. ഈ നെയ്യിലേക്കാണ് കുറച്ച് റവ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ഇടുന്നില്ല, കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. തീ കൂട്ടി വെക്കുകയോ ചെയ്യാറ്, തീ കുറച്ചിട്ടേ വെക്കാൻ പാടുള്ളൂ. കണ്ടല്ലോ, അപ്പോൾ നല്ല ഒരു മണം വരും നമ്മളിത് നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ. റോസ്റ്റ് ചെയ്ത റവയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം. അപ്പം ഞാൻ കുറച്ചുകൂടി ഇതിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പാടൊന്നും ഒഴിക്കുന്നില്ല, കുറച്ചും കൂടി മതി. ഇത്രയും നെയ്യ് മതി. അപ്പം ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എടുത്ത് വെച്ച വെല്ലം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തീ കൂട്ടി വെക്കാൻ പാടില്ല, മറന്നു പോകരുത്. ഇനി നമുക്ക് വെല്ലം ഉരുക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പം എല്ലാം കൂടി നല്ല ഇതായി വരും. ഇനി നമുക്കിതിലേക്ക് നമ്മളെ മാങ്ങ ഉണ്ടല്ലോ എടുത്ത് വെച്ച്, ആ മാങ്ങ ഇട്ട് കൊടുക്കാം.
മാങ്ങയും ഇട്ട് കൊടുത്തു. എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് വെക്കുക. മാങ്ങയും റവയും എല്ലാം കൂടി മിക്സ് ചെയ്യുക. സിമ്മിലാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഈ റവയും മാങ്ങയും എല്ലാം ഇതിൽ വെന്ത് വരും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ഏലക്കായൻ്റെ പൊടി ഇടുന്നെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല ഏലക്കായ വേണമെന്ന്. അതിൻ്റെ രുചി വേണ്ടുന്നെങ്കിൽ ഇട്ട് കൊടുക്കുക, അത്ര തന്നെ. അപ്പോൾ ഇത് നല്ല കുറുകി വരും. അടിപൊളിയായിട്ട് റവ ഈറ്റകത്ത് വെന്ത് കുറുകി വരും. ഇതാ അപ്പോൾ ഇതാ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ഇട്ടു. അപ്പോൾ എല്ലാം കൂടി ഇളക്കി എല്ലാ ഭാഗത്തേക്കും നമുക്ക് ആക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളെ മാങ്ങയും റവയും വെച്ചിട്ടുള്ള സ്വീറ്റ്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. പഞ്ചസാര വേണ്ടുന്നവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം, പിന്നെ മിൽക്ക് മെയ്ഡ് വേണ്ടിക്കിൽ അത് ഉപയോഗിക്കാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. ഞാൻ പിന്നെ പഞ്ചസാര വേണ്ട എന്നുള്ള ഇതുകൊണ്ടാണ് വെല്ലം എടുത്ത് ചേർത്ത്. വെല്ലം ഇവിടെ ഉരുക്കി വെച്ചതുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതെടുത്തത്. അപ്പോൾ ഞാനിതാ തീ ഓഫാക്കുന്നതാണ്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ടേ. മാറ്റി. ഇനി അത് നല്ല പിന്നെ 2 വിധത്തിലാക്കിയിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് കോരി കഴിക്കാനുള്ള പാകത്തിന്, ഇതെല്ലാം സെറ്റാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്ന പാകത്തിന്. അങ്ങനെ 2 വിധത്തിലാണ് ഞാൻ ആക്കുന്നത്. ഇതാ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ മേലെ. നിങ്ങളെ കാണിച്ചില്ല എന്നുള്ള പരാതി പറയരുതല്ലോ. അപ്പോൾ ഇതാ എല്ലാവരും അവിടെ ഒന്ന് അമർത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നോളൂ അവർ. ഇതാണ് പരിപാടി. അപ്പോൾ ഇത് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. കോരി കഴിക്കുന്നതാണെങ്കിൽ അങ്ങനെ കഴിക്കാം, മുറിച്ചിട്ട് കഴിക്കുന്നതാണെങ്കിൽ അങ്ങനെ കഴിക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കണ്ട മാങ്ങയും റവയും വെച്ചിട്ടുള്ള റെസിപ്പി അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കോരി കഴിക്കാനുള്ള പാകത്തിന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കേ, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട, സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഓക്കേ, ബൈ.